അതിനുള്ള പ്രായമൊക്കെ കഴിയില്ല എനിക്ക്. വിദ്യാർത്ഥിക്കാനും പ്രായം പരിധിയുണ്ടോ തിരുമേനി? ഇങ്ങോട്ട് ചോദിക്കും, അങ്ങോട്ട് ചോദിക്കും, പറയുന്നില്ല. ചോദ്യം ചോദിക്കുന്ന പാട്ടുപാടാൻ കിട്ടുമല്ലോ. ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് ചോദിച്ചാ നമ്മളൊന്നും കിട്ടുന്നില്ല. ഏത് ക്ലാസ്സിലെ ഏത് പള്ളിക്കൂടത്തിലാ കുട്ടി പഠിക്കണേ? ഇങ്ങനെ പള്ളിക്കൂടമൊന്നും തിരുമേനി, കേൾക്കുന്നൊന്നും പഠിക്കും, കാണുന്നൊന്നും ഗ്രഹിക്കും. ഓ, എന്തിനായിരുന്നു ഇങ്ങോട്ട് ചോദിക്കണേ? അത് കാര്യങ്ങൾ പറയാ. ഇവിടുത്തെ ഗ്രന്ഥപുരയില്, ഈ പോറ്റിമഠത്തിലെ ഗ്രന്ഥപുരയിൽ വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ വന്നുകൊണ്ടെന്ന് ഞാൻ പലരും അറിഞ്ഞു. അറിഞ്ഞതല്ല, അതൊക്കെ ശരി തന്നെയാ. ഇവിടുത്തെ ഗ്രന്ഥപുരയിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. എന്താ അത് എന്താണ് പറയുന്നത്? പറയാ തിരുമേനി. എന്തായി പറയണേ? നാം പവിത്രമായിട്ട് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങള് ഒരു ശൂദ്രന്റെ പ്രശ്നമാകില്ല. വികൃതന്മാരായ നാട്ടിലെ പറഞ്ഞാൽ പിന്നെ ഭൂമിയിലുണ്ടാവില്ല. തിരുമേനി, അറിവിൽ ആഗ്രഹമുള്ള ഒരാള് ആ പുസ്തകങ്ങളെ തൊട്ടു വെച്ച് അതിന് വിശ്വസിക്കാൻ തിരുമേനി. ഇതാണ് തർക്കിക്കണ്ട. ഇടോ, താൻ വിചാരിക്കണം മാതിരി അത്ര നിസാര ഗ്രന്ഥങ്ങളല്ലാതെ ഗഹനപൂർണ്ണ പ്രമേയങ്ങളടങ്ങിയ ആ വിശിഷ്ട ഗ്രന്ഥങ്ങൾ തന്റെ നിസാര ബുദ്ധിക്ക് വഴങ്ങില്ല. മാത്രമല്ല തിരുമേനി, തന്റെ പേരെന്താവട്ടെ? എന്റെ പേര് കുഞ്ഞൻ. പിന്നെ ഇത് വായിക്കണമെങ്കിലേ ലിപി അറിയണം, ഭാഷ അറിയണം, ലിഖിത രീതികൾ അറിയണം. തൊടയുന്ന പോലെ കൊണ്ട് സമുദ്രം തൊഴയാൻ ശ്രമിക്കട്ടെ കുഞ്ഞ. അതറിയില്ല. ഗരുഡന്മാർ സഞ്ചരിക്കുന്ന സഞ്ചാരബോധത്തിൽ കുരുവികൾക്ക് പറക്കാൻ ഒക്കില്ല. പിന്നെ പൊടി തുടയ്ക്കാനാണെങ്കിൽ അതിനുവേണ്ടി ഒരാളെ കുറച്ചുകൂടിയും തേടി നടക്കുക. ആയിക്കൊള്ളൂ. കുഞ്ഞിന് സന്തോഷമായി. കുഞ്ഞൻ കൂപക്കര പോറ്റിമഠത്തിലെ പവിത്രമായ ഗ്രന്ഥപുരയിലേക്ക് ശൂദ്രനായ കുഞ്ഞൻ പ്രവേശിച്ചു. ആ പുസ്തകങ്ങൾ ദീർഘമായിട്ട് മനുഷ്യസ്പർശനത്തിന് വേണ്ടി ബോധിച്ചു കിടന്ന പുസ്തകങ്ങൾ ഓരോന്നിടത്തും പൊള്ളിച്ച് വായിച്ചു അടുക്കി വെച്ചു. പഴയതുപോലെ ഒന്നല്ല, രണ്ടല്ല, 3 ദിവസം ആ ക്രമം തുടർന്നു. ജലപാനമില്ലാതെ, ആഹാരം കഴിക്കാതെ 3-ാം ദിവസം അത് പൂർത്തിയാക്കി പുറത്തിറങ്ങി. അത്ഭുതം! എന്റെ ഗ്രന്ഥാലോകമൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ? മഹാത്ഭുതം! തിരുമേനി, നന്ദിയുണ്ട്. ഞാൻ ഒക്കെ പൊടിതട്ടി അടുക്കി വളർത്തുന്നുണ്ട്. ഒക്കെ താൻ വായിക്ക് ഗ്രഹിക്കുന്നത് നാം കണ്ടുല്ലോ. ഗ്രഹിച്ചു തിരുമേനി, ഗ്രഹിച്ചു. ഗ്രഹിച്ചെങ്കിൽ പറയാം, എന്തൊക്കെയാ താൻ ഗ്രഹിച്ചത്? ആ ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചു നമ്പൂതിരി. അതിനൊക്കെ വിശദമായി, വ്യക്തമായി, സ്പഷ്ടമായി മറുപടി പറഞ്ഞു കുഞ്ഞിച്ചേട്ടത്തി. അത് കേട്ട് ഭൂപക്കര പോറ്റി അത്ഭുതസ്തബ്ധനായി. അന്നാണ് ഒരു പുതിയ പേര് കുഞ്ഞിന് കിട്ടിയത്, വിദ്യാധിരാജൻ.
ചട്ടമ്പി സ്വാമി തിരുവടികൾക്ക് നിരവധി കാരണങ്ങളുണ്ട്. ത്രിശതി സ്തോത്രത്തിലും സഹസ്രനാമ സ്തോത്രത്തിലും ശതനാമ സ്തോത്രത്തിലും ഒക്കെ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. ഷൺമുഖദാസൻ, വിദ്യാധിരാജൻ, തീർത്ഥവാദൻ എന്നീ പേരുകൾ. കുബകനെ പോലെ അഭിമാനത്തോടുകൂടി ഈ കുഞ്ഞിനെ യാത്രയാക്കി. സംശയമേ